യുദ്ധം എന്ന് അവസാനിക്കും? പ്രിയരെ, ഞാൻ നാസർ നൂർദ്ദീൻ. ഞാനിപ്പോൾ ഉള്ളത് കമ്പനി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാമിംഗ് പ്ലാന്റേഷൻ പ്രൊജക്റ്റിൽ നിന്നാണ്. യുദ്ധം എന്ന് അവസാനിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചാൽ ഒരാർക്കും ഒരു പിടുത്തവുമില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ പറയും ഞങ്ങൾ ഇറാനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് ഞങ്ങൾ പിൻവാങ്ങുകയുള്ളൂ. ഇറാനെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളോളം യുദ്ധം ചെയ്ത് പാരമ്പര്യമുള്ള ഞങ്ങൾക്ക് ഇതൊന്നൊരു വിഷയമല്ല, ഞങ്ങൾ എത്ര കാലം പോരാടാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ നിൽക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു കാര്യമാണ് പ്രധാനമായിട്ട് ചെയ്യാൻ സാധിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം ലോക സമാധാനത്തിന് വേണ്ടി, നീതിയുടെയും ന്യായത്തിൻ്റെയും പക്ഷം വിജയിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ നമുക്കൊക്കെ എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് സുഹൃത്തുക്കളെ. നമുക്കിവിടെ എന്താണ് മറ്റൊന്ന് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മൾ നിരന്തരമായ വാർത്തകൾ നോക്കിക്കൊണ്ട് യുദ്ധം എന്ന് അവസാനിക്കുമോ, നാളെ എന്തെങ്കിലും കോംപ്രമൈസോട് ഇത് അവസാനിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളിങ്ങനെ അസ്വസ്ഥപ്പെട്ടിട്ടും എന്ത് കാര്യം സുഹൃത്തുക്കളെ? നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ ബിസിനസ്സും നമ്മുടെ ജോലിയിലും നിരന്തരമായി ശ്രദ്ധ കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ ഒരു പ്രതികൂല സാഹചര്യത്തിൽ എങ്ങനെ സർവൈവ് ചെയ്യാം, എങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതിനെക്കുറിച്ചുള്ള നിരന്തര ഗവേഷണങ്ങളും ചിന്തകളുമായി മുന്നോട്ട് പോകുകയല്ലാതെ നമുക്കതിൽ എന്താ ചെയ്യാൻ കഴിയും? നമുക്കറിയാം, നമ്മൾ ഉറ്റവരുടയവരുമായ പല ആൾക്കാരും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി അവരെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുൾപ്പെടെയുള്ള ഇവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു പ്രയാസങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ ലോകത്തിലും. അതോടൊപ്പം തന്നെ നമ്മൾ നിരന്തരമായി ചെയ്യേണ്ട പ്രവർത്തനങ്ങളുമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാമിംഗ് പ്രോജക്റ്റ് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അത് വളരെ ഉത്തരവാദിത്തോടു കൂടി തന്നെ ഈ പ്രതികൂല സാഹചര്യത്തിലും കമ്പനി ആ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ കടുത്ത വേനലിലായിട്ട് പോലും വളരെ പ്രൗഢിയോടുകൂടി ഈ മരങ്ങളൊക്കെ വളർന്നു നിൽക്കുകയാണ്. അതിനാൽ തന്നെ ഈ പ്രൊജക്റ്റിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുള്ള ആൾക്കാർ ഞങ്ങളുമായി ബന്ധപ്പെടുമല്ലോ.